ദൈവം നമുക്കൊരു സന്തോഷമുള്ള പ്രഭാതം തരുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കൂട്ടുകാരിൽ പരമായി ദൈവം നമ്മെ മാനിച്ചെന്നല്ല. നമുക്ക് സമാധാനവും സംതൃപ്തിയും ആവശ്യമുള്ള ആഹാരവും വസ്ത്രവും ഭവനവും എല്ലാം ദൈവം തരുമ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ വിശേഷമായി നമുക്ക് എന്തെങ്കിലും യോഗ്യതകളുണ്ടെന്ന് ദൈവം കണ്ടതുകൊണ്ടല്ല. ഇതൊന്നുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗമായിട്ടാണ് അതൊക്കെയും ദൈവം നമ്മെ ഏൽപ്പിച്ചത്. അത് മനസ്സിലാക്കുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നോക്കൂ, കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 3 പേരെ വിളിച്ചുകൊണ്ട് കർത്താവ് മരുഭൂമലയിൽ പോയതായി നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ ചെന്നിട്ട് കർത്താവ് അവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. അത് കഴിഞ്ഞിട്ട് യേശു ഒരു കല്ലേറ് ദൂരത്തിൽ പോയി പിതാവിനോട് കരയുകയും പ്രാർത്ഥിക്കുകയും അവരുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിതാവുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുന്നവരായി കണ്ടു. കർത്താവ് അവരോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഉറങ്ങരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവർക്ക് തന്നെ ഒരു വിഷയമില്ല. അപ്പോൾ വിഷയമില്ലാത്തപ്പോൾ കൺപോളയ്ക്ക് ഭാരമുണ്ടാകും. നമ്മളിൽ എപ്പോഴും നമ്മൾ വിഷയമില്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. കാരണം എന്ത് ഭാരമാണുള്ളത്? ഒരു ഭാരവുമില്ല. ഉറക്കമാണ് ഏറ്റവും വലിയ ഭാരം. അങ്ങനെ ഉറക്കം നമ്മെ പിടികൂടുന്നു. 2ാം പ്രാവശ്യവും 3ാം പ്രാവശ്യവും കർത്താവ് അവരെ വന്ന് നോക്കിയപ്പോൾ വീണ്ടും വീണ്ടും ഉറങ്ങുന്നവരാണ്. അവരിൽ ഭാരം എന്തെന്ന് അവർക്ക് അറിയില്ല. അവരോട് കർത്താവ് ഒടുവിൽ പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അങ്ങനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ അവരെ മരുഭൂമലയിൽ കർത്താവ് കൂട്ടിക്കൊണ്ടുപോയി. ബാക്കി 9 പേരും ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിലിരിക്കുമ്പോൾ ഈ 3 പേരെ ചില നിയോഗങ്ങളും ഉത്തരവാദിത്വങ്ങളും കൊടുത്ത് കർത്താവ് അവരെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ദൈവം നമ്മെ പലപ്പോഴും ഉയരത്തിൽ വിളിച്ചു കൊണ്ടുപോകുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരായി എണ്ണുമ്പോൾ നമുക്ക് സൗഖ്യവും കൂടവാസവും ദൈവത്തിൻ്റെ ആ മർമ്മങ്ങളെ അറിയുവാനുള്ള പലപ്പോഴും ഭാഗ്യമൊക്കെ തരുന്നത് അതിൻ്റെ അർത്ഥം നമ്മളിൽ ഒരു വിശേഷതയും കണ്ടുകൊണ്ടല്ല, എന്നാൽ അതൊന്നുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ളതായ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ദൈവം നമുക്ക് തരുന്നതായ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത്, ഒരു പരീക്ഷ വരുന്നു. എല്ലാ ശിഷ്യന്മാർക്കും തൻ്റെ സഹോദരങ്ങൾക്കും ഈ മാനവജാതി മുഴുവനും ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഒരു വലിയ പരീക്ഷ നേരിടുവാനുള്ള കാലം അടുത്തിരിക്കുന്നുള്ള ഒരു വെളിപ്പാട് അപ്പോഴാണ് ശിഷ്യന്മാർക്ക് ലഭിച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ തന്നെ ഡൊമീഷ്യസ് ചക്രവർത്തി പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയിരുന്നതായി നമുക്ക് ചരിത്രത്തിൽ കൂടെ വായിക്കാൻ കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ താൻ എഴുതുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതുവരെയും തൻ്റെ ജീവിതത്തിൽ പല വാതിലുകളും അടഞ്ഞാണ് കണ്ടത്. അടയ്ക്കപ്പെട്ട വാതിലുകൾ. ഒരിക്കലും തന്നെ മാനിച്ചുകൊണ്ട്, തന്നെ സ്നേഹിച്ചുകൊണ്ട്, തന്നെ വെൽക്കം ചെയ്ത് അല്ലെങ്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാതിലുകളും തുറക്കാതിരിക്കുമ്പോൾ ഒരേ ഒരു വാതിൽ തുറന്നിരിക്കുന്നതായി താൻ ദർശിക്കുകയുണ്ടായി. അത് സ്വർഗത്തിലെ വാതിലാണ്. തുറന്നിരിക്കുന്ന വാതിലിൻ്റെ അടുത്തേക്ക് താൻ അടുത്തു ചെന്നു. അപ്പോൾ ഒരു മഹാശബ്ദം കേട്ടു, ഇവിടെ കയറി വരിക. ഒരു മഹാശബ്ദമായിരുന്നു, ഒരു വലിയ ശബ്ദം. യോഹന്നാനോട് അതുവരെയും ആരും ഇവിടെ കയറി വരുവാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. ഒരു ബലഹീനമോ ഒരു തുன்பമോ ഒരു ശിക്ഷയുടെ സമയങ്ങളോ അല്ലെങ്കിൽ കോർട്ടിൽ നിന്നുള്ളതായ ഒരു ശിക്ഷ നേരിടുന്നതായ ഒരു വ്യക്തിയെ ആരും വീട്ടിൽ കയറ്റി പാർപ്പിക്കുകയില്ല. ആരും അവർക്ക് അഭയം കൊടുക്കുകയില്ല. എല്ലാവരും ഏതെങ്കിലും ഒരു വീട്ടിൽ വന്ന് അവർ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ചിന്ത മുഴുവനും ഇവൻ എപ്പോഴിറങ്ങിപ്പോകും, ഇവൻ എപ്പോൾ പോകും. നമ്മുടെ വീട്ടുകളിൽ പലപ്പോഴും പണ്ടത്തെ കാലത്ത് ബോംബെയിലൊക്കെ ഉദ്യോഗമുള്ളവർ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ദാരിദ്ര്യകാലത്ത് നാട്ടിൽ നിന്ന് ഏതെങ്കിലും സാധുക്കൾ ബന്ധവും സ്വന്തവും ഒക്കെ പറഞ്ഞ് ആ വീടുകളിൽ ചെന്നാൽ ചിലപ്പോൾ 1-2 ദിവസം അവരെ താമസിപ്പിച്ചേക്കും. 3-ാമത്തെ ദിവസം അവരോട് പറയും, സഹോദരൻ പോയി എവിടെയെങ്കിലും ഒരു ജോലിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിതം ഒന്ന് തേടിക്കാട്ടെ, അല്ലെങ്കിൽ ഒരു അക്കോമഡേഷൻ നിങ്ങൾ കണ്ടെത്തിക്കാട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ഞെരുക്കമാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് വലിയൊരു സാധാരണമായ ഒരു സംഭവമായിരുന്നു അക്കാലത്ത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും നമുക്ക് അധികം നാൾ അഭയം തരികയില്ല. അഭയം തരുന്നവരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ മനസ്സിലെ ഒരു ചിന്ത, ഇവൻ എപ്പോഴിറങ്ങിപ്പോകും, എപ്പോഴാണ് ഇവൻ വീട് വിട്ടു പോകുന്നത്, നേരിട്ട് പറയാനും വയ്യ. എന്നിട്ട് പല പ്രവൃത്തികളിൽ കൂടെ നമുക്ക് അത് പോകുവാനുള്ളത് അവരുടെ ഇഷ്ടക്കേടുകളെ
അവർ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇവിടെ ഇതാ സ്വർഗം തുറന്നുകൊണ്ട് പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാനെ കൊണ്ട് രോഗിയായവന്, വയസ്സെന്നവന്, ഒരു ശിക്ഷയെ നേരിടുന്നവന്, അല്ലെങ്കിൽ ഡൊമീഷ്യസ് ചക്രവർത്തിയിൽ നിന്ന് നേരിട്ടതായ പല ഉപദ്രവങ്ങളുടെ തന്റെ ശരീരത്തിൽ ബലഹീനനായ ഒരു മനുഷ്യനോട് സ്വർഗം പറയാണ്, ഇവിടെ കയറി വരിക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഇൻപമായ ശബ്ദം കേട്ടപ്പോൾ യോഹന്നാൻ എഴുതുകയാണ്, അപ്പോൾ ഉടനെ ഞാൻ ആത്മവിവശനായി. അങ്ങനെ ആത്മവിവശനായ യോഹന്നാനോട് ദൈവം വലിയ മർമ്മങ്ങളെ തനിക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതായ മർമ്മങ്ങളൊന്നും അത് യോഹന്നാന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് യോഹന്നാൻ നേരത്തെ വെളിപ്പാടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഡൊമീഷ്യസ് ചക്രവർത്തി തന്നെ നാടുകടത്തുവാൻ പദ്ധതിയിട്ടപ്പോൾ തൻ്റെ കൂടെ കൊണ്ടുപോയതായ വസ്തുക്കളിൽ, അല്ലെങ്കിൽ താൻ കരുതിയതായ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എഴുതുവാനുള്ള മഷിയും പേപ്പറും. അങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനോട് പറയുകയാണ്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പേനയും പേപ്പറും അല്ലെങ്കിൽ മഷിയും സാമഗ്രികളും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി എഴുതുന്നത് എങ്ങനെയാ? അപ്പോൾ അതിന്റെ അർത്ഥം യോഹന്നാൻ ഇതെല്ലാം തന്റെ കൂടെ കരുതിയിരുന്നു. കാരണം ദൈവം തന്നെ ആ പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ഡൊമീഷ്യസ് ചക്രവർത്തിയെ അതിനായി തോന്നിച്ചത്, അതിനുവേണ്ടിയുള്ളതായ ഒരു കൽപ്പന ഉണ്ടായതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയി ചില കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ, ദൈവത്തിന്റെ ആലോചനകൾ അറിയിക്കുവാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് യോഹന്നാന് ദൈവത്തിൽ നിന്ന് ഒരു വെളിപ്പാടുണ്ടായി. അത് യോഹന്നാനോട് ദൈവം സംസാരിച്ചതായിരിക്കത്തില്ല, യോഹന്നാൻ തന്നെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായ വെളിപ്പാടാണ്. അങ്ങനെ പോയതായ യോഹന്നാന് ദൈവം കൊടുത്തായ വെളിപ്പാടോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആദ്യം അതിനെ യോഹന്നാനുണ്ടായ വെളിപ്പാടെന്ന് അതിനെ നാമീകരിച്ചിരുന്നു ആ പുസ്തകത്തെ. എന്നാൽ പിന്നീട് അത് എഴുതുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടായി അതിനെയൊക്കെയും രൂപാന്തരപ്പെടുത്തി കാണിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ദൈവം ആരോഗ്യവും ബലവും സൗഖ്യവും ഒക്കെ തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കൂട്ടുകാരിൽ പരമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നതും മാനിക്കുന്നതും ഈ ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്നവരായി തീരണം. മറുരൂപ മലയിൽ തന്നെ തൻ്റെ കൂട്ടുകാരിൽ പരമായി 3 പേരെയും കൊണ്ടുപോയി കർത്താവ് ഏൽപ്പിച്ചതായ നിയോഗത്തെക്കുറിച്ച് അവർ പ്രശംസിക്കുവാൻ തുടങ്ങി. അവരെ ഉയരത്തിൽ കൊണ്ടുപോയത് മറ്റുള്ളവരെക്കാൾ വിശേഷമായി അവരെ കണ്ടതുകൊണ്ടല്ല, ദൈവം വലിയ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചത് കൊണ്ടാണെന്നുള്ളതായ ഒരു ദർശനം, ഒരു വെളിപ്പാട് അവർക്ക് കൊടുത്തു. ആ വെളിപ്പാട് നിമിത്തം അവർ അനേകരുടെ ഭാരങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, പരീക്ഷയിൽ അകപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി അവരുടെ ജീവിതങ്ങളെ ഒഴിഞ്ഞു വയ്ക്കുവാനുള്ള ഒരു ചിന്ത, ഒരു ഭാരം, ഒരു പ്രതിഷ്ഠ അവരുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട ജീവിതങ്ങൾ, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട ജീവിതങ്ങൾ, മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇവിടെ കയറി വരിക. മറ്റുള്ളവർ നിന്നോട് ഇവിടെ കയറി വരരുത്, ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോയിക്കൊള്ളുക എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക. ദൈവം നിന്നോട് പറയുന്നു, ഇവിടെ കയറി വരിക. എവിടെ? തുറന്നിരിക്കുന്ന സ്വർഗത്തിലേക്ക്. ആ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വാതിൽ, ഒരു മനുഷ്യരാലും അടയ്ക്കുവാൻ കഴിയാത്ത വാതിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആ വാതിലിനെ കുറിച്ചുള്ള ദർശനം ആർക്ക് ലഭിക്കുന്നുണ്ട്? നിന്റെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കുറിച്ച് നീ പരിതാപപ്പെടുന്നുണ്ടോ? ഭാരപ്പെടുന്നുണ്ടോ? പ്രയാസപ്പെടുന്നുണ്ടോ? കരയുന്നുണ്ടോ? മറ്റുള്ളവർ നിന്നെ ഉപേക്ഷിച്ച് കളയുമ്പോൾ, നീ മറ്റുള്ളവരിൽ നിന്നുള്ളതായ തിരക്തത നീ അനുഭവിക്കുമ്പോൾ, നിന്നെ യോഗ്യനല്ലെന്നും യോഗ്യതയില്ലാത്തവളെന്നും രോഗിയെന്നും ബലഹീനെന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ നിന്നെ അവഗണിക്കുമ്പോൾ, ഈ ലോകത്തിൽ എല്ലാ കഷ്ടങ്ങളും നിന്റെ മുൻപിൽ വന്നുകൂടുമ്പോൾ, നീ പട്ടിണിയിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ, ബലഹീനരായിരിക്കുമ്പോൾ, നിന്നെ കയറ്റി താമസിപ്പിക്കുവാൻ ഒരു ഭവനവും ഒരു വാക്കുകളും ഒരു സ്വന്തക്കാരും ഹൃദയത്തോടുകൂടെ അല്ലെങ്കിൽ തുറന്ന മനസ്സോടുകൂടെ നിന്റെ മുൻപിൽ നിനക്ക് കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ, സന്തോഷത്തോടുകൂടി ഒരു ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. ആ പത്മോസ് ദ്വീപിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലുക. നിനക്ക് കാണുവാൻ കഴിയുന്നത് ഏകാന്തതയിൽ തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ വാതിലുകളെ നിനക്ക് ദർശിക്കുവാൻ കഴിയും. അങ്ങനെ നീ ദർശിക്കുമ്പോൾ അവിടെ നിന്ന് ഉയരുന്നതായ വാക്ക് ഇവിടെ കയറി വരിക. ഇങ്ങനെ ഇവിടെ കയറി വരിക എന്നുള്ളതായ വാക്ക് സ്വർഗത്തിൽ നിന്നുള്ള വാക്കാണെന്ന് അവൻ യോഹന്നാൻ ഗ്രഹിച്ചപ്പോൾ ഉടനെ സംഭവിച്ചത്, അവൻ ആത്മവിവശനായി. ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പരിപ്രവർത്തനം നമ്മളിൽ ഉണ്ടാകും.
നമ്മെ വേറൊരു ലോകത്തേക്ക് അത് കൊണ്ടുപോകും, പ്രത്യാശയുടെ തീരത്തേക്ക് കൊണ്ടുപോകും. വരുവാനുള്ളതിനെ നിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സംഭവിക്കാനുള്ളതായ വലിയൊരു വിവരണങ്ങൾ നിന്റെ മുൻപിൽ ദൈവത്തിന്റെ ആത്മാവ് എഴുതി കാണിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം തന്നെ മർമ്മങ്ങളെ നിനക്ക് വെളിപ്പെടുത്തുമ്പോഴാണ് നീ അവിടെ ആയിരിക്കുന്നതിൽ പ്രശംസ കൊള്ളുന്നത്. അതുവരെ നിനക്ക് ദുഃഖമാണ്. അയ്യോ, എന്നെ ഏകനായി ഇവിടെ കൊണ്ടുവന്നല്ലോ, എൻ്റെ ദൈവം അതിനെ അനുവദിച്ചല്ലോ എന്നുള്ളതായ ഭാരം നിനക്കുണ്ടാകും. നിനക്കൊരു പ്രയാസം ഉണ്ടാകും. സകലരാലും ത്യജിക്കപ്പെട്ട്, അവഗണിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിലേക്ക് നീ താഴ്ന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ തുറന്നിരിക്കുന്ന ഒരു സ്വർഗത്തെ കാണുന്നുണ്ടോ? അവിടെ വെച്ച് നിനക്കൊരു ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? നിന്നിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സംഭവിക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം ആ ആത്മാവ് വിളിച്ചത് നിന്നെയാണ് വിളിച്ചത്. നിന്റെ ഹൃദയത്തിൽ ഒരു കത്തൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആ ശബ്ദം നീ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ വലിയൊരു രോമാഞ്ചം കൊള്ളുന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം മറ്റാരോടുമല്ല, നിന്നോടാണ് ദൈവം സംസാരിച്ചത്, നിന്നെയാണ് ദൈവം വിളിച്ചത്, ദൈവമാണ് നിന്നെ ആ ശബ്ദം കേൾപ്പിച്ചത് എന്നുള്ളതായ ചിന്ത നിനക്കുണ്ടാകുമ്പോൾ തുറന്നിരിക്കുന്ന സ്വർഗത്തിലെ ഒരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ കടന്നു വരുന്നതിനിടയായി തീരും. ആരും ലഭിക്കുകയും ലഭിക്കാത്തതായ ഒരു സമാധാനം, ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. ലോകം തരാത്ത സമാധാനം, പ്രത്യാശ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നീ ചില ഏകാന്തതയിൽ പോകുമ്പോൾ നിനക്കൊരു കാര്യം വേണം, ദൈവം നിന്നോട് സംസാരിക്കും എന്നുള്ളതായ ഒരു പ്രത്യാശ നിന്റെ ജീവിതത്തിൽ കാണും. എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാർ എന്ന് എഴുതുവാൻ യോഹന്നാനോട് പറഞ്ഞതായ ആത്മാവ് നിന്റെ കയ്യിലുള്ളതായ പേനയും പേപ്പറും സ്വർഗം കണ്ടു, ആത്മാവ് കണ്ടു. നിനക്ക് എഴുതുവാൻ പ്രാപ്തിയുള്ളവനെന്നും ലോകത്തോട് ഈ കാര്യം വിളിച്ചു പറയുവാൻ നീ യോഗ്യനെന്നും നിനക്കതിന് ശക്തിയുണ്ടെന്നും നിനക്കൊരു തിരിച്ചുവരവ് നാട്ടിലേക്ക് ഉണ്ടെന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു തിരിച്ചുവരവിനെ സ്വർഗം നിന്നിൽ കണ്ട് ആ നിന്നിൽ കൂടെ ചില പദ്ധതികൾ ദൈവം ഒരുക്കുകയാണ്. കാരണം കർത്താവ് കാണിച്ചതൊക്കെയും മറ്റുള്ളവരോട് പ്രശംസയോടുകൂടെ പറയുവാൻ, ഞാൻ ഇന്നപ്പോൾ ഇന്ന രീതിയിലായിരുന്നു എന്ന് നീ അത് എഴുതി വെച്ചിട്ടുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് നിന്റെ മുൻപിൽ കൊണ്ടുവരുന്നതായി നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നിന്നെ മുഴുവനായി കൈവിട്ടതാണെന്ന് ചിന്തിക്കരുത്. നീ ഏകനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വലിച്ചെറിയപ്പെട്ടതായ അല്ലെങ്കിൽ ഏകാന്തതയുടെ അനുഭവത്തിൽ പോകുമ്പോൾ നീ മാത്രമല്ല, സ്വർഗം നിന്നോടൊപ്പം വരുന്നുണ്ട്. നീ ഇരിക്കുന്ന സ്ഥാനത്ത്, ആ ലൊക്കേഷനിലാണ് സ്വർഗം. ആ പത്മോസ് ദ്വീപിന്റെ സ്വർഗ ലൊക്കേഷനിൽ തുറന്നിരിക്കുന്ന സ്വർഗത്തിന്റെ വാതിലുകളെ നിനക്ക് കാണുവാൻ കഴിയും. ആ വാതിലുകൾ തുറന്നിരിക്കുന്നത് മാത്രമല്ല, ആ ശബ്ദം കേട്ട് നീ ആത്മപരിവേഷനായി നീ അവിടെ കുനിഞ്ഞു നോക്കും, അല്ലെങ്കിൽ നീ ആ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ നിനക്ക് കാണാൻ കഴിയുന്നത്, സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെയുള്ളതായ പ്രത്യാശയോടുകൂടി അവനെ ആശ്വസിപ്പിച്ച ശബ്ദം, അവനെ സ്വീകരിച്ച ശബ്ദം എവിടെ നിന്നാണ് ഉയർന്നു വന്നതെന്ന് യോഹന്നാന് മനസ്സിലായി. അവൻ്റെ മനസ്സിൽ ഒരു ആശ്വാസം. ഓ, എന്നെ കാണുന്നവൻ ഇവിടെയുമുണ്ട്. ഞാൻ ഏകനല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഇവിടെ വെച്ച് കാട്ടുമൃഗങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്, എനിക്ക് ഭക്ഷണം തരേണ്ടതിന്, ആരോഗ്യം തരേണ്ടതിന്, ഇവിടുത്തെ മഞ്ഞും ചൂടും ഒന്നും എൻ്റെ ശരീരത്തെ ബാധിക്കാതെ എനിക്ക് ബലമുള്ളവനാക്കി തീർക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു ബോധ്യം നിനക്കുണ്ടാകുന്നു. ദൈവം നിന്നെ കൈവിടാതെ, നീ ദൈവത്തിൻ്റെ നിയോഗത്താൽ ഒറ്റയാക്കപ്പെടുന്ന അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുന്ന ഏത് അനുഭവത്തിൽ കൂടെ പോയിരുന്നാലും ശരി, അവിടെയൊക്കെയും നിന്നോടൊപ്പം കർത്താവ് വരും. ആ പ്രത്യാശയാണ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ നിനക്ക് തരുവാനുള്ളത്. നീ ഏകനല്ല, നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ചില വാതിലുകളെ കാണാൻ കഴിയും. ആ വാതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്, ഇവിടെ കയറി വരിക. ആരും ഇവിടെ കയറി വരുവാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ പറയുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോൾ നീ ആത്മവിവശനാകുന്നുണ്ടെങ്കിൽ സിംഹാസനായി നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യപുത്രനെ, ഒരു കർത്താവിന്റെ മുഖത്തെ നിനക്ക് കാണുവാനും ആശ്വാസം പ്രാപിപ്പാനും ഉള്ളതായ ഭാഗ്യവും അവസരങ്ങളും കർത്താവ് ഒരുക്കും. ഈ പ്രത്യാശയുടെ വചനം നിന്നെ ജീവിപ്പിക്കുന്നതും ഉയർപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതുമായി തീരട്ടെ, സൗഖ്യമാക്കുന്നതായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.